അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂമിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഡോക്ടർ മുബഷിർ പാലത്താണ്. അദ്ദേഹം KMCT മെഡിക്കൽ കോളേജിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. സ്വാഗതം ചെയ്യുന്നു ഗസ്റ്റ് റൂമിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. ഗസ്റ്റ് റൂമിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്യാൻസറിനെ സംബന്ധിച്ചാണ്. ഒരുപാട് ആളുകൾക്കിടയിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വാക്കും ആശങ്കയോട് കൂടിയിട്ട് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ക്യാൻസർ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അമിത വളർച്ചയാണ്. അമിത വളർച്ച മാത്രമല്ല, അനിയന്ത്രിതമായിട്ടുള്ള അമിത വളർച്ച. അപ്പോൾ ശരീരത്തിൽ കോശങ്ങളുള്ള എല്ലാ ഭാഗങ്ങളിലും അതുകൊണ്ട് തന്നെ ക്യാൻസർ വരാം. അപ്പോൾ ഈ അമിതമായി വളരുന്ന കോശങ്ങൾ സാധാരണ കോശങ്ങളുടെ ജോലികളൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ മറ്റുള്ള കോശങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ക്യാൻസർ എന്നുള്ള രൂപത്തിൽ വരുന്നത്. ശരീരത്തിലെ ഏത് ഭാഗത്തൊക്കെ കോശങ്ങളുണ്ടോ അവിടെയൊക്കെ ക്യാൻസർ വരാം. മുമ്പ് കാലഘട്ടത്തെ അപേക്ഷിച്ച് ഈ കാലഘട്ടത്തിൽ ക്യാൻസർ ക്രമാതീതമായി വർദ്ധിക്കുന്നതാണോ, അതല്ല ഡയഗ്നോസിസ് കൊണ്ട് വന്നിട്ടുള്ള ക്യാൻസർ അതാണെന്ന് തിരിച്ചറിയുന്നതാണോ? ഇത് രണ്ട് വശവും ശരിയാണ്. ഒന്ന്, ക്യാൻസറിൻ്റെ തോത് പണ്ടത്തെ കാലത്തേക്കാൾ വളരെ കൂടിയിട്ടുണ്ട്, വളരെയധികം കൂടിയിട്ടുണ്ട്. അത് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ വളരെ അധികം കൂടിയിട്ടുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ, ടെസ്റ്റുകൾ, പിന്നെ ജനറ്റിക് സ്റ്റഡി, അതേപോലെയുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള പല സംവിധാനങ്ങളും ഈ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയുന്നതും ചികിത്സ ലഭ്യമാക്കാൻ സാധ്യമാക്കുന്നതൊക്കെ വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് ക്യാൻസറിൻ്റെ അളവ് വളരെ കൂടിയതായിട്ട് നമുക്ക് തോന്നാനുള്ള ഒരു കാരണം. ഈ ക്യാൻസറിലെ മരണനിരക്ക് അധികം തന്നെയാണ്. പലപ്പോഴും ഈ ഒരു ആശങ്ക ഉണ്ടാകാനുള്ളൊരു കാരണം ക്യാൻസറിലെ മരണനിരക്ക് തന്നെയാണോ, അതല്ല ആ ക്യാൻസർ രോഗി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഇത്രയധികം ആളുകൾക്കിടയിൽ ക്യാൻസർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആശങ്ക ഉണ്ടാകാൻ കാരണമാകുന്നത്? ക്യാൻസർ അഥവാ അർബുദം എന്ന് പറയുന്ന ഈ സംഗതി പഴയ കാലത്ത് അതിൻ്റെ ചികിത്സാ സംവിധാനങ്ങൾ വളരെ കുറവായിരുന്നു. വളരെ കുറവ് എന്ന് പറഞ്ഞാൽ, ക്യാൻസർ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വന്നിട്ടുള്ള ആൾ മരണപ്പെടും എന്നുള്ള ഒരവസ്ഥയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് ഇപ്പോഴും ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഞാൻ മരണപ്പെട്ടു പോകും എന്നുള്ള ഒരു അമിതമായിട്ടുള്ള ഭയം ആളുകൾക്ക് വല്ലാതെ ആളുകളെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടൊരു ക്യാൻസർ ഒരാൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം അവർ മരണത്തെക്കുറിച്ച് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലുണ്ടായിട്ടുള്ള വല്ലാത്തൊരു പേടിയാണ് അതിൻ്റെ കാരണം. പക്ഷേ ഇന്ന് ക്യാൻസറിൽ ഒരു 80% ക്യാൻസറും ചികിത്സിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ശാസ്ത്രം വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യം. പണ്ട് 4ാമത്തെ സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിൽ ആൾ മരണപ്പെട്ടു പോകും എന്ന് പറയുന്ന ഒരു അവസ്ഥ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 4ാമത്തെ സ്റ്റേജിലെത്തിയ ക്യാൻസർ പോലും ഒരു പരിധി വരെ നമുക്ക് അത് ആളുകളെ ജീവൻ എടുക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് ക്യാൻസറിൻ്റെ ചികിത്സ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പേടി നിലവിൽ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ ഏറ്റവും അങ്ങേയറ്റത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് പേടിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ക്യാൻസർ ബാധിക്കും. ക്യാൻസർ ബാധിക്കാത്ത ഏതെങ്കിലും ശരീരാവയവങ്ങളുണ്ടോ? ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചതുപോലെ കോശങ്ങളുടെ അമിത വളർച്ച ആയതുകൊണ്ട് തന്നെ ശരീരത്തിൽ കോശങ്ങളുള്ള എല്ലാ ഭാഗങ്ങളിലും ക്യാൻസർ വരാം. പക്ഷേ ഹൃദയം പോലുള്ള ചില അവയവങ്ങളിൽ ക്യാൻസറിൻ്റെ തോത് വളരെ കുറവായിട്ടാണ്, തീരെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കി ശരീരത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ക്യാൻസർ വരാവുന്നതാണ്. ഈ ക്യാൻസറിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലെവൽ 1, 2, നേരത്തെ പറഞ്ഞാൽ 4th സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്? ക്യാൻസറിനെ പ്രധാനമായും എല്ലാ ക്യാൻസറുകളെയും 4 സ്റ്റേജ് ആക്കിയിട്ടാണ് സാധാരണഗതിയിൽ തിരിച്ചിട്ടുള്ളത്.
അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു അവയവത്തിന് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ അവയവത്തിൽ തന്നെ ഒരുപാട് തരം ക്യാൻസറുകൾ ഉണ്ടാവും. ഇപ്പോൾ തൈറോയിഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, തൈറോയ്ഡ് ഗ്രന്ഥിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറുകൾ പാപ്പിലറി കാർസിനോമ തൈറോയ്ഡ്, ഫോളിക്കുലാർ കാർസിനോമ തൈറോയ്ഡ്, അതേപോലെ തന്നെ മെഡുലറി കാർസിനോമ തൈറോയ്ഡ്, തൈറോയ്ഡ് ലിംഫോമ, അനാപ്ലാസ്റ്റിക് കാർസിനോമ തൈറോയ്ഡ്, അങ്ങനെ പല തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ക്യാൻസറുകൾ ഉണ്ടാകും. ഒരു ചെറിയ അവയവത്തിലുള്ള അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ബ്ലഡ് ക്യാൻസർ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് തരമുണ്ട്. ലിംഫോമ എടുത്ത് നോക്കുകയാണെങ്കിൽ 300-ലധികം തരങ്ങൾ അതുണ്ട്. സ്കിൻ ക്യാൻസർ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വേറെ ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ എടുത്ത് നോക്കുകയാണെങ്കിൽ 100-ൽ പരം തരങ്ങളുണ്ട്. അങ്ങനെ കാറ്റഗറി ഒരുപാട് തരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ട്. അത് ഓരോ അവയവത്തിന് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഓരോ ക്യാൻസറുകളുടെയും പെരുമാറ്റം അത് വേറെ വേറെ രീതിയിലാണ്. ചില ക്യാൻസറുകൾ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്ത് ആൾ മരിച്ചു പോകും. ചില ക്യാൻസറാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് അതിങ്ങനെ മെല്ലെ 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 വരുള്ളൂ. ചിലതാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അത് ശരീരത്തിൻ്റെ കഴലകളിലേക്കാണ് പെട്ടെന്ന് സ്പ്രെഡ് ആവുക, അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കഴലകളിലേക്ക്. ഇപ്പം സ്ത്രീകളുടെ മാറിടത്തിൽ വരുന്ന ക്യാൻസറാണെങ്കിൽ കക്ഷത്തിലുള്ള കഴലകളിലേക്കാണ് പെട്ടെന്ന് വരുന്നത്. വായ്ക്കകത്തുള്ള ക്യാൻസറാണെങ്കിൽ കഴുത്തിലെ കഴലകളിലേക്കാണ് വരുന്നത്. അങ്ങനെ കഴലകളിലേക്ക് പെട്ടെന്ന് ലിംഫ് നോഡ് എന്ന് പറയും, ലിംഫ് നോഡിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ക്യാൻസറുകളുണ്ട്. ചിലത് രക്തത്തിൽ കൂടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു പോകുന്ന ക്യാൻസറുകളുണ്ട്. അത് നമുക്കിപ്പം ശ്വാസകോശത്തിലാണ് ക്യാൻസർ വന്നിട്ടുള്ളത് എങ്കിൽ അത് ചിലപ്പോൾ നട്ടലിലേക്ക് പകരാം, ചിലപ്പോൾ ലിവറിലേക്ക് വരാം, ചിലപ്പോൾ തലച്ചോറിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്തു പോകുന്ന ക്യാൻസറുകളുണ്ട്. ഇനി ക്യാൻസറുകൾ അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് വന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ വലുതായി 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 പോകുന്ന രൂപത്തിലുള്ള ക്യാൻസറുകളും ഉണ്ട്. ചിലത് ചുരുക്കം ചില ക്യാൻസറുകൾ നമ്മളെ നരമ്പുകളിലൂടെ പിന്നെ നെർവ്സിലൂടെ അതിൻ്റെ ഷീത്തിലൂടെ പകരുന്ന ക്യാൻസറുകളുണ്ട്. ഈ സ്റ്റേജുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്ക സ്റ്റേജ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ആണെങ്കിൽ ഒന്നാമത്തെ പിന്നെ സ്റ്റേജും അവിടുന്ന് ഇതിൻ്റെ വലുപ്പവും ഇതിൻ്റെ സ്വഭാവവും ഇതിൻ്റെ കഴലകളിലേക്കുള്ള സ്പ്രെഡും എല്ലാം വെച്ചിട്ടാണ് ഇത് കാറ്റഗറൈസ് ചെയ്യുന്നത്. WHO ഇതിന് TNM ക്ലാസിഫിക്കേഷനാണ് എന്നാണ് പറയുന്നത്. ട്യൂമർ, നോഡ് ആൻഡ് മെറ്റാസ്റ്റേസ്. മെറ്റാസ്റ്റേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൂരത്തേക്ക് എവിടേക്കെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ടോ. നോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴലകളുടെ സ്റ്റാറ്റസ് എന്താണ്, ഈ കഴലകളിലേക്ക് ഇത് വന്നിട്ടോ. ട്യൂമർ എന്ന് വെച്ചാൽ അതിൻ്റെ വലുപ്പം എത്രയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് ട്യൂമറിൻ്റെ സൈസ് വെച്ചിട്ട് അത് സൈസ് കൂടുന്നതിനനുസരിച്ച് അത് കാറ്റഗറി കൂടിക്കൂടി വരും. തൊട്ടടുത്ത കഴലകളിലേക്ക് വരുന്ന കഴലകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേജ് കൂടി വരും. ഈ മെറ്റാസ്റ്റേസിസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഇപ്പം കഴുത്തിലൊരു ക്യാൻസർ വന്നത് അത് ശരീരത്തിൻ്റെ വേറെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ മെറ്റാസ്റ്റേസിസ് എന്ന് പറയുന്നത്. ഈ മെറ്റാസ്റ്റേസിസ് വന്നിട്ടുണ്ട് എങ്കിൽ ഇത് 4ാമത്തെ സ്റ്റേജിലേക്ക് പോവുക എന്നുള്ളതാണ്. അത് ചികിത്സിക്കാൻ സാധാരണഗതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അതേപോലെ തന്നെയുള്ളൊരു കാറ്റഗറിയാണ് വെൽ ഡിഫറൻഷ്യേറ്റഡ്, മോഡറേറ്റ്ലി ഡിഫറൻഷ്യേറ്റഡ്, പുവർലി ഡിഫറൻഷ്യേറ്റഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി ഉണ്ട്. വെൽ ഡിഫറൻഷ്യേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ചികിത്സകളോടൊക്കെ വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ടൈപ്പ് ക്യാൻസറാണ്. മോഡറേറ്റ്ലി അത്ര തന്നെ പ്രതികരിക്കില്ല. പുവർലി ഡിഫറൻഷ്യേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചികിത്സകളോട് വളരെ മോശം രീതിയിൽ പ്രതികരിക്കുന്നതും പെട്ടെന്ന് തന്നെ രോഗിയുടെ അവസ്ഥ മോശമാവുന്നതുമായിട്ടുള്ള ക്യാൻസറാണ്. അപ്പോൾ ഏതൊരു ക്യാൻസർ ആണ് എങ്കിലും അതിനെ ഈ രൂപത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അതിൻ്റെ ചികിത്സ തീരുമാനിക്കുന്നത്. ക്യാൻസർ വന്ന് ചികിത്സിച്ച് പൂർണ്ണമായും മാറുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അല്ല ഒരു നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യം മാത്രമായിരിക്കുമോ, അതല്ല പൂർണ്ണമായും മാറ്റാൻ കഴിയും? ഇന്നത്തെ സാഹചര്യത്തിൽ ഏതാണ്ട് ഒരു 50-60% ക്യാൻസറും പൂർണ്ണമായും ഭേദമായി രോഗിക്ക് മുൻപുണ്ടായിരുന്ന ജീവിതാവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യം നിലവിലുണ്ട്. ചികിത്സ എടുക്കുകയും പൂർണ്ണമായിട്ടും മാറിയിട്ട് നമുക്ക് അതിന് ശേഷം കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ ഫോളോ അപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രയാസവും ഇല്ലാതെ 20-30 വർഷം ക്യാൻസർ കഴിഞ്ഞിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് പല അവയവങ്ങളിലും വരുന്ന സ്ഥലങ്ങൾക്കനുസരിച്ചിരിക്കും. ചില ക്യാൻസറുകൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഇപ്പം ബ്ലഡ് ക്യാൻസർ പോലെയുള്ള ലിംഫോമ പോലെയുള്ളതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് ചിലതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുകയും ചെയ്യും. ചിലത് നമ്മൾ എന്ത് ചെയ്താലും അത് പ്രോഗ്രസ് ചെയ്ത് പോവുകയും ചെയ്യും.
ഈ രോഗത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് കാരണങ്ങൾ ഒരുപാടെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും ക്യാൻസർ വരുന്നതിന് ഓരോ കാരണങ്ങളാണ്. അതിൽ ഇപ്പോൾ വായ്ക്കകത്ത് ഒപ്പം വരുന്ന ക്യാൻസറുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളിപ്പോൾ കഴിക്കുന്ന കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം, പിന്നെ അതേപോലെ തന്നെ ചില ഇൻഫെക്ഷൻസ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വളരെ കൂർത്ത പല്ലുകൾ, പിന്നെ പുകവലി, അതേപോലെ ഈ ഹാൻസ് പാൻപരാഗ് പോലെയുള്ള സാധനങ്ങളുടെ ഉപയോഗം, മുറുക്കുക, അങ്ങനെയുള്ള സംഗതിയൊക്കെ വായിലെ ക്യാൻസറുകൾക്ക് കാരണമായേക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പിന്നെ കുറച്ച് താഴോട്ട് പോയിട്ട് അന്നനാളത്തിലെയും വയറിലെയൊക്കെ ക്യാൻസറിനും ഇതേപോലെയുള്ള ഭക്ഷണ രീതിയിലുള്ള പ്രയാസകരമായ സംഗതികൾ കാരണം ക്യാൻസർ വന്നേക്കാം. കുടലിലെ ക്യാൻസറിനും ചില ഭക്ഷണ രീതികളും ഒക്കെ കാരണമാവുന്നുണ്ട്. പക്ഷേ വളരെ നല്ല ഒരു ശതമാനം ക്യാൻസറും നമുക്ക് പ്രത്യേകിച്ച് ഇത് വന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ കഴിയാത്ത ക്യാൻസറുകളാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്നത് ചെയ്തത് കൊണ്ട് ക്യാൻസർ വന്നു, ഇന്നത് ചെയ്തില്ലെങ്കിൽ ക്യാൻസർ വരില്ല എന്ന് സാധാരണഗതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല എന്ന്. അതേപോലെ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാധനം ഇപ്പോൾ പുകവലി, മദ്യപാനം, ഈ പുകയില മുറുക്കൽ, അതേപോലെ തന്നെ ഉള്ള ഈ മയക്കുമരുന്ന്, അങ്ങനെയുള്ള സംഗതികൾ ഉപയോഗിക്കൽ, ആ സംഗതികളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാൻസർ നല്ലൊരു ശതമാനവും നമുക്ക് തടയാൻ സാധിക്കുമെന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ചിലതിന് ചില അണുബാധ കാരണമാവാറുണ്ട്. ഇപ്പം ലിവർ ക്യാൻസറിന് ഹെപ്പറ്റൈറ്റിസിൻ്റെ വൈറസ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് എന്ന് പറയും. അതാ സി വൈറസ് കാരണം ലിവറിന് ക്യാൻസർ വരാം. അതേപോലെ തന്നെ വയറിനകത്ത് ലിംഫോമ വരാൻ ചില ബാക്ടീരിയകൾ കാരണമാവാറുണ്ട്. പിന്നെ ഹ്യൂമൻ പാപ്പില്ലോമ വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ് സ്ത്രീകളുടെ ഗർഭാശയതള ക്യാൻസറിന് കാരണമാകുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അമിതമായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ചില തൊലിയുടെ ക്യാൻസറിനൊക്കെ കാരണമാവുന്നുണ്ട് എന്നുള്ളതും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ചില പ്രത്യേക വിഭാഗത്തിലുള്ള, ഇപ്പം കറുത്ത നിറമുള്ള ആളുകൾ, വെളുത്ത നിറമുള്ള ആൾ, ആ റേസിനനുസരിച്ച് വരുന്ന ചില ക്യാൻസറുകളും ഉണ്ട്. ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ക്യാൻസർ. ഇപ്പം നിലവിൽ നമ്മൾ മൊത്തം രോഗങ്ങളെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകർച്ചവ്യാധികളെന്നും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെന്നും. പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളിൽ ഈ പ്രധാനപ്പെട്ടതാണ് ജീവിതശൈലി രോഗങ്ങൾ. നിലവിൽ ക്യാൻസറും ആ ഒരു കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ജീവിതശൈലി മാറ്റിയത് കൊണ്ട് മാത്രം ക്യാൻസറിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ ക്യാൻസറിൻ്റെ ഈ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ചില ക്യാൻസറുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. ഈ ഭക്ഷണ രീതി നേരത്തെ സൂചിപ്പിച്ചൊരു കാരണമായിരുന്നു ഭക്ഷണ രീതി എന്ന് പറയുന്നത്. അത് ഏത് രീതിയിലുള്ള ഭക്ഷണ രീതിയെക്കുറിച്ചാണ് പറഞ്ഞത്? നമ്മൾ പിന്നെ ഭക്ഷണ രീതിയിൽ ഇപ്പോൾ നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് അമിതമായി സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, എരിവ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നമ്മൾ ഈ ജങ്ക് ഫുഡ്സായിട്ട് കഴിക്കുന്ന ഇപ്പം ഭക്ഷണങ്ങൾ, ഈ സ്പ്രിങ്കിൾ ചെയ്തിട്ടുള്ള മുളക് പൊടിയൊക്കെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് വായിലുള്ള ക്യാൻസറിനും അന്നനാളത്തിലും ആമാശയത്തിലും കുടലിലും മലാശയത്തിലും ഒക്കെ ഉള്ള ക്യാൻസറിന് കാരണമാകുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഇപ്പം നമ്മുടെ ഭക്ഷണത്തിൽ അമിതമായ മൈദയുടെ ഉപയോഗം, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, ചുരുങ്ങിയ അളവിലൊന്നും കുഴപ്പമില്ല. അമിതമായി ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പെരിമെൻ്റൽ ആനിമൽസിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അത് പാൻക്രിയാറ്റിക് ക്യാൻസറിന് കാരണമാവും എന്ന് ഒരു പഠനം തെളിയിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നാര് കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം പച്ചക്കറിയൊന്നും തീരെ കഴിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അത് കുടലിലെ ക്യാൻസറിനും കാരണമാകുന്നുണ്ട്. അതായത് നമ്മുടെ കുടലിൽ ശരിക്കും വയറ്റുന്ന് പോകാതിരിക്കുമ്പം കുടലിലും മലാശയത്തിലും ക്യാൻസറിന് ഇത് കാരണമാവാറുണ്ട്. അത് ഇത്തരം ഭക്ഷണ രീതികളാണ് പ്രശ്നം. പിന്നെ അമിതമായിട്ട് ഉള്ള അനിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണം, പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ചൂടുള്ള ഭക്ഷണം, ഒരുപാട് ചൂടുള്ള ഭക്ഷണം, അതൊക്കെ കഴിക്കുന്നതും പിന്നീട് ക്യാൻസറിന് കാരണമാവാം എന്നാണ് പറയുന്നത്. ഈ പാരമ്പര്യം ഒരു കാരണമായിട്ട് വരുന്നുണ്ടോ? താരതമ്യേന കൂടുതലായിട്ടുള്ള സാധ്യത അതിനുണ്ടോ? പാരമ്പര്യം കാരണമായിട്ടുള്ള ക്യാൻസറുകൾ ഒരുപാടുണ്ട്.
ചില ക്യാൻസറുകൾ പിന്നെ ഫാമിലിയിൽ വരാം. ഇപ്പോൾ ഉപ്പയ്ക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ മക്കൾക്ക് ക്യാൻസർ ഉണ്ടാകും. ചിലപ്പോൾ ഉപ്പയ്ക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ മകളുടെ മകൾക്കോ അല്ലെ മകളുടെ മകനോ രണ്ടാമത്തെ തലമുറയിൽ ക്യാൻസർ വരാം. അങ്ങനെ ചില ക്യാൻസറുകൾ, ഇപ്പം മെഡുലറി കാർസിനോമ, തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്യാൻസർ ഉണ്ട്. അത് ഇങ്ങനെ ഫാമിലിയിൽ റൺ ചെയ്യുന്ന ഒരു ക്യാൻസറാണ്. അപ്പോൾ ഒരാൾക്ക് ഫാമിലിയിൽ മെഡുലറി കാർസിനോമ, തൈറോയിഡ് എന്ന് പറഞ്ഞ ക്യാൻസർ ഉണ്ട് എങ്കിൽ ബാക്കിയുള്ള ആളുകളെയും ആ പ്രശ്നം ഉണ്ടോ എന്ന് ജനറ്റിക് ടെസ്റ്റ് നടത്തി നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പേ നമുക്ക് അവരെ ചികിത്സിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ചിലതരം ബ്രസ്റ്റ് ക്യാൻസറുകളുണ്ട്, ഫാമിലിയിൽ റൺ ചെയ്യുന്ന ബ്രസ്റ്റ് ക്യാൻസറുകളുണ്ട്. അത് പിന്നെ BRCA ജീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് ഈ ഒരു സംഗതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. മെലനോമ എന്ന് പറയുന്ന ഫെമിലിയൽ മെലനോമ ഉണ്ട്, അതായത് ഫാമിലിയിൽ സ്പ്രെഡ് ചെയ്ത് വരും. ചുരുക്കം ചില ബ്രസ്റ്റ് ക്യാൻസറുകളും ലിംഫോമയും ഇതേപോലെ ഫാമിലിയിൽ റൺ ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒരു കാരണമാണ്, പക്ഷെ എല്ലാ ക്യാൻസറും അങ്ങനെയല്ല, ചില ക്യാൻസറുകൾ അങ്ങനെയുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ട് എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട്? അങ്ങനെ അത് ഞാൻ ഈ പറഞ്ഞ ക്യാൻസറുകൾ, ഇപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ട് എങ്കിൽ അത് ഈ ഫാമിലിയിൽ ആയിട്ട് ഇങ്ങനെ വരുന്ന ക്യാൻസറുകളാണ് എങ്കിൽ നിങ്ങൾ ആ ചികിത്സിക്കുന്ന ഡോക്ടർ എന്തായാലും പറയും ഇതിങ്ങനെ ബാക്കിയുള്ള ആളുകൾക്കും കൂടെ വരുന്നതാണ്, അതുകൊണ്ട് ഇന്ന ആളുകളും കൂടി ജനറ്റിക് ടെസ്റ്റ് നടത്തി ഇതിന് സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള ക്യാൻസറുകൾ മാത്രം ചെയ്താൽ മതി. എല്ലാ ക്യാൻസറുകളും നമ്മൾ പോയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അത് ചില ക്യാൻസറുകളാണ്, സാധാരണഗതിയിൽ അത് ചികിത്സിക്കുന്ന ഡോക്ടർ പറയും. ഈ ട്യൂമർ ക്യാൻസറിൻ്റെ അതേ ക്ലാസിഫിക്കേഷനിൽ തന്നെ വരുന്ന സംഗതി. അതായത് ട്യൂമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴ എന്നാണ് അതിനർത്ഥം. അപ്പം ഈ ട്യൂമേഴ്സ് രണ്ട് തരത്തിൽ ഉണ്ട്, ബിനൈൻ ട്യൂമേഴ്സ് ആൻഡ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ്. ബിനൈൻ ട്യൂമേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പക്കാരനല്ലാത്ത മുഴ എന്നാണ് അർത്ഥം. മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് എന്ന് വെച്ചാൽ അത് കുഴപ്പക്കാരനായിട്ടുള്ള മുഴ. അങ്ങനെ ട്യൂമർ എന്നും ക്യാൻസർ എന്നും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകളല്ല. ക്യാൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാലിഗ്നൻസി എന്നാണ് അതിന് പറയുന്നത്. മാലിഗ്നൻറ്റ് ട്യൂമേഴ്സാണ് എപ്പോഴും പ്രശ്നക്കാർ. ബിനൈൻ ട്യൂമേഴ്സ് അത് കുഴപ്പക്കാരല്ല. അതാകുമ്പോൾ ട്യൂമർ എന്ന് കേൾക്കുമ്പോഴേക്ക് പേടിക്കേണ്ടതില്ല, മുഴ എന്ന് പറയുമ്പോഴേക്ക് പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അകത്ത് ഉള്ളത്. ഈ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. അത് ആ ലഹരിയുടെ ഉപയോഗം മറ്റുള്ളവരിൽ നിന്ന് അപേക്ഷിച്ച് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ്. ലഹരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ ഒരു ക്യാൻസറിന് കാരണക്കാരനാണ് പുകയില. പുകയില നമ്മുടെ ശരീരത്തിൽ ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും കാരണം. ഇപ്പം ശ്വാസകോശ ക്യാൻസറിന് മാത്രമല്ല, വായിലകത്തുള്ള ക്യാൻസറും കുടലിനകത്തുള്ള ക്യാൻസറിനും ലിവറിനകത്ത് തുടങ്ങി ശരീരത്തിൻ്റെ ഏത് ഭാഗത്തൊക്കെ ക്യാൻസർ ഉണ്ടോ അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പുകവലിയായിരിക്കും. അത് പാസീവ് സ്മോക്കിംഗ് കൊണ്ട് ആക്റ്റീവ് സ്മോക്കിംഗ് കൊണ്ട്. ആ പുക വേറൊരാൾ ശ്വസിച്ചാൽ അവർക്കും വരാം. പുകവലി ഒരു പ്രശ്നം. മദ്യപാനം വയറിനകത്തുള്ള ക്യാൻസറും അതിലുപരി ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ലിവർ ക്യാൻസർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ മദ്യപാനം, ഒരളവിൽ കൂടിയ മദ്യപാനം അതിന് കാരണമാവുന്നുണ്ട്. അത് ആദ്യം സിറോസ് ഉണ്ടാവുകയും പിന്നീട് അത് ക്യാൻസറിലേക്ക് വഴിമാറിപ്പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ന്യൂജൻ ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ കഞ്ചാവും പിന്നെ അതേപോലെ തന്നെ MDMA പോലുള്ള സംഗതികളൊക്കെ ഒരു പരിധി വരെ ക്യാൻസറിന് കാരണമാവുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇപ്പം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, അതിൻ്റെ കൂടിയ ഉപയോഗം ഈ അടുത്ത കാലത്തായി ആണ് കൂടി വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ക്യാൻസർ അറിയാനുള്ള ടെസ്റ്റുകൾ ബയോപ്സി മാത്രമാണോ, അതല്ലാത്ത മറ്റുള്ള ടെസ്റ്റുകൾ? ക്യാൻസർ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്യാൻസറും നമ്മൾ ആദ്യം ആ ക്യാൻസർ വരാനുള്ള സിംറ്റംസ്, അതിൻ്റെ എങ്ങനെയാണിത് നമുക്ക് സംശയിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ശരീരത്തിൻ്റെ പുറത്താണ് എങ്കിൽ സ്കിൻ ക്യാൻസർ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊലിയിൽ ഒരു അൾസർ പോലെ വരികയോ അല്ലെങ്കിൽ ഒരു അൾസർ വന്നിട്ട് ഉണങ്ങാതിരിക്കുകയോ ദീർഘകാലമായിട്ട് ഉണങ്ങാതിരിക്കുന്ന ഒരു അൾസറോ ഒക്കെ ചിലപ്പോൾ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അൾസറിൽ നിന്ന് നമുക്കൊരു ബയോപ്സി എടുത്ത് നോക്കാം. ബയോപ്സി അതിൻ്റെ ഒരു ചെറിയ ഭാഗം പരിശോധനയ്ക്ക് എടുത്ത് നോക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കും ഇത് ക്യാൻസർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മാലിഗ്നൻ മെലനോമ എന്ന് പറഞ്ഞിട്ട് തൊലിയിൽ വരുന്ന ഒരു ടൈപ്പ് ക്യാൻസറാണ്. അത് കറുത്ത കളറുള്ള നമ്മളെ മറുകുണ്ടല്ലോ, ആ മറുക് ഒരു പെട്ടെന്ന് അങ്ങ് വലുതായി വിടുക. സാധാരണ അവിടെ ഇരിക്കുന്ന ഒരു മറുക് തന്നെ കുറച്ച് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ മാസം കൊണ്ടോ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് അതിനെ ബയോപ്സി എടുക്കണം. പിന്നെ ഇപ്പം ഒരു കഴല ഒരു സ്ഥലത്ത് ഒരു മുഴ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു മുഴ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കഴുത്തിലും കക്ഷത്തിലും ഈ വയറിൻ്റെ അടിഭാഗത്തും ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് കഴലകളാണുള്ളത്. അപ്പോൾ കഴലകൾ വീങ്ങിയതായി നമുക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ, കഴലകൾ വീങ്ങാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇൻഫെക്ഷൻ കാരണം വരാം, ക്യാൻസർ കാരണം വരാം, TB കാരണം വരാം. വീങ്ങിയിട്ടുണ്ട് എങ്കിൽ അതൊരാഴ്ചയോ 2 ആഴ്ചയോ ഒന്നും കഴിഞ്ഞിട്ടും ആ വീക്കം പോകുന്നില്ല എങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിച്ച് നമ്മൾ അതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടെസ്റ്റ് ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി എന്നാണ് പറയുക. അതൊരു നീഡിലിട്ടിട്ട് കുറച്ച് നീരെടുത്തിട്ട് പരിശോധനയ്ക്ക് അയക്കാം. അപ്പോൾ അത് നമുക്ക് ഒരു ചെറിയ ക്ലൂ തരും. അതിനുശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ബയോപ്സി ചെയ്തിട്ട് അത് തിരിച്ചറിയാവുന്നതാണ്. പിന്നെ തൈറോയിഡിൽ നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥി നമുക്ക് അമിതമായിട്ടുള്ള വളർച്ച തോന്നുന്നുണ്ട് എങ്കിൽ അതും നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്കിൽ സൂചന ലഭിക്കും. ഈ ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സി സൈറ്റോളജി ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് അതിൻ്റെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. വായ്ക്കകത്ത് ഇതേപോലെ ഉണങ്ങാത്ത മുറിവുകൾ, നാവിൻ്റെ മുകളിലോ വായ്ക്കുള്ളിലോ ദീർഘകാലമായിട്ട് ഉറങ്ങാത്ത മുറിവുകളുണ്ട് എങ്കിൽ അതും നമുക്ക് ബയോപ്സി ചെയ്ത് നോക്കാവുന്നതാണ്. വയറിനകത്ത് വരുന്ന ക്യാൻസർ, അന്നനാളത്തിൽ വരുന്ന ക്യാൻസറുകളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്, അന്നനാളത്തിലെ ക്യാൻസർ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട്, അത് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ട് ഒരു ബയോപ്സി എടുക്കാവുന്നതാണ്. വയറിനകത്ത് പെട്ടെന്ന് വയറ് ഫുള്ളാവുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ രക്തം ഛർദ്ദിക്കുന്നതായിട്ട് വരിക, പിന്നെ വയറ് വീർത്തു വരിക എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ക്യാൻസർ സംശയിക്കുകയും എൻഡോസ്കോപ്പി എടുത്തു നോക്കി CT സ്കാൻ എടുത്തു നോക്കിയും അത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ കുടലിൻ്റെ അകത്തുള്ള ക്യാൻസർ ഇതേപോലെ വരുന്നത് മനസ്സിലാവുന്നത് നമുക്ക് വയറ്റിന്ന് പോകുന്നത് ഒരു സുഖമായിട്ടല്ല എങ്കിലും, പിന്നെ വയറ്റിന്ന് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ രക്തമുണ്ട് എങ്കിലും പ്രായം കൂടിയ ആളുകളിൽ നമുക്കിത് സംശയിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ആളുകളിൽ നമുക്ക് പിന്നെ കൊളോണോസ്കോപ്പി ബയോപ്സി എടുത്തു നോക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ വരുന്ന ശ്വാസകോശത്തിലെ ക്യാൻസറുകൾ, തൊണ്ടയിലെ ക്യാൻസർ, അതൊക്കെ ഈ നമ്മുടെ സ്വനപേടകത്തിൽ ക്യാൻസർ വോക്കൽ കോഡ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശബ്ദം അടഞ്ഞു പോവുകയാണ് ചെയ്യുക. അതും നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് ബയോപ്സി എടുത്ത് നോക്കാം. ശ്വാസകോശത്തിലെ ക്യാൻസർ ആണെങ്കിൽ നമ്മൾ നിർത്താതെ ചുമ വരാം. അതേപോലെ തന്നെ നമ്മൾ രക്തം ചുമച്ച് തുപ്പാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ CT സ്കാൻ എടുത്ത് നോക്കിയിട്ട് അതിനുശേഷം ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബയോപ്സി എടുത്ത് നോക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ഒരു വലിയ കാറ്റഗറി ആയിട്ട് വരുന്നത് നമ്മളെപ്പോഴും പേടിപ്പിക്കുന്ന ലിംഫോമയാണ്. ലിംഫോമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴല വീക്കമായിട്ടാണ് അധികവും ഇത് പ്രസൻറ്റ് ചെയ്യുക. ചില ആളുകളിൽ പ്ലീഹ വീക്കവും ലിവർ കരൾ വീക്കവും ആയിട്ട് അത് വരാറുണ്ട്. പിന്നെ വരുന്നത് ബ്ലഡ് ക്യാൻസറുകളാണ്. ബ്ലഡ് ക്യാൻസർ നമുക്ക് അമിതമായ ക്ഷീണം, അതേപോലെ തന്നെ വല്ലാതെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ വരിക, ഇതൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് രക്തം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്കിൽ പെട്ടെന്ന് പെരിഫറൽ സ്മിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടെസ്റ്റിലൂടെ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞിട്ട് എല്ലുകളെ ബാധിക്കുന്ന ഒരു ക്യാൻസർ ഉണ്ട്. അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അമിതമായ വേദന ഉണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാവും. അത് പിന്നെ നമുക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്കിൽ മനസ്സിലാവുന്നതാണ്. പിന്നെ പാങ്ക്രിയാസിൽ വരുന്ന ക്യാൻസർ ആണ് സാധാരണഗതിയിൽ തിരിച്ചറിയാൻ വൈകിപ്പോകുന്ന ഒരു ക്യാൻസറാണ്. അപ്പോൾ അത് ഇപ്പം അതിൻ്റെ ടെസ്റ്റുകളുണ്ട്, നമുക്ക് CA19 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ അതിന് ഉണ്ട്. പിന്നെ സ്ത്രീകളിലാണ് എങ്കിൽ മാറിടത്തിൽ വരുന്ന ക്യാൻസറുകളാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അത് എന്തെങ്കിലും വേദനയില്ലാത്ത മുഴകൾ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ മാമോഗ്രാം എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്യണം. മാമോഗ്രാം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജിയോ അല്ലെങ്കിൽ ട്രൂ കട്ട് ബയോപ്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട്. പിന്നെ അവർക്ക് ഗർഭാശയത്തിൽ വരുന്ന ക്യാൻസർ ഉണ്ട്, ഗർഭാശയ ദളത്തിൽ വരുന്ന ക്യാൻസർ ഉണ്ട്. ഇതിന് പാപ്സ്മിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റാണ് ഗർഭാശയ ദളത്തിൽ സെർവിക്സിൽ വരുന്ന ക്യാൻസറിന് ടെസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ
അതേപോലെ തന്നെ ബയോപ്സിയാണ് എൻഡോമെട്രിയൽ ക്യാൻസറിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഒവേറിയൻ ക്യാൻസറാണ്, അതായത് അണ്ഡാശയത്തിൽ വരുന്ന ക്യാൻസറാണ് തിരിച്ചറിയാൻ വൈകുന്നതും കുറച്ച് ഗുരുതരമായിട്ടുള്ളതുമായിട്ടുള്ള ക്യാൻസർ. വയറ് വീർക്കുന്ന സമയത്ത് മാത്രമേ അത് തിരിച്ചറിയുള്ളൂ എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ അത് ചികിത്സിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് അബ്നോർമലായി തോന്നുന്ന ഒരു സംഗതി നമ്മൾ ഒരു ധാരണയുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയി കണ്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതിൻ്റെ നേരത്തെ പറഞ്ഞ തുടക്കത്തിലുള്ള സ്റ്റേജുകളിൽ ഇത് കണ്ടുപിടിക്കുകയും ഇത് ചികിത്സിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ടെസ്റ്റുകൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ എപ്പോഴും ഇതിൻ്റെ അകത്തുനിന്ന് ക്യാൻസറിൻ്റെ ആ വളർച്ചയ്ക്കകത്ത് നിന്ന് കുറച്ച് കോശങ്ങളെടുത്ത് മൈക്രോസ്കോപ്പിന് താഴെ വെച്ചിട്ട് ക്യാൻസർ ആണ് എന്ന് ഉറപ്പിക്കുന്നതാണ് ഹിസ്റ്റോപത്തോളജി എന്ന് അതിന് പറയാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അല്ലാണ്ട് നമുക്കൊരു സ്കാൻ നോക്കിയിട്ട് പറയാൻ സാധാരണഗതിയിൽ സാധിക്കില്ല. പിന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് പടർന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഇപ്പോൾ പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ സ്കാൻ വന്നിട്ടുണ്ട്. പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫ് എന്നാണ് അതിന് പറയാം. അത് വളരെ വലിയ രീതിയിൽ അതിൽ വിവിധ ടൈപ്പ് സ്കാനുകളും വന്നിട്ടുണ്ട്. അത് ശരിക്കും ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല സ്ഥലത്തേക്കും പോയിട്ടുണ്ടാവും മെറ്റാസ്റ്റേസിസ്. അത് തിരിച്ചറിയാൻ വളരെ സഹായകമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സമീപ കാലഘട്ടങ്ങളിലായിട്ട് കണ്ടുവരുന്നൊരു പ്രവണതയാണ്, ഏതെങ്കിലും രോഗങ്ങളുണ്ട് എങ്കിൽ അത് നേരെ ആ സിംറ്റംസ് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുന്നു. മിക്കവാറും കേസുകളിലൊക്കെ തിരിച്ച് ഒരു റിസൾട്ട് വരാറുള്ളത് ക്യാൻസറാണെന്ന് സംശയിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഓങ്കോളജിസ്റ്റിനെ സമീപിക്കണോ അതല്ല ഒരു ജനറൽ മെഡിസിനിലെ ഒരു ഡോക്ടറെ സമീപിക്കണോ? ഏത് രീതിയിലാണ് അതിനെ, അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ സമീപിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വലിയ സംഗതി എന്ന് വെച്ചാൽ ഒരു ഫാമിലി ഫിസിഷ്യൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആദ്യം ആ ഡോക്ടറെ അടുത്ത് പോവുകയും ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിവിധ സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുക എന്നുള്ള ഒരു രീതി ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് അങ്ങനെ ഒരു സംഗതി ചെയ്യുന്നുള്ളത്. നമുക്ക് നമ്മുടെ പഴയ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളൊക്കെ പേര് മാറ്റി ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ് എന്നൊക്കെ ആക്കിയിട്ട് മാറ്റിയതൊക്കെ അതിൻ്റെ പിറകിലുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ എല്ലാം ക്യാൻസർ ആവില്ല. നമുക്ക് വരുന്നത് വളരെ ചുരുങ്ങിയ ശതമാനം ആളുകളിൽ വരുന്നൊരു സംഗതിയാണ്. നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ക്യാൻസറായി മാറിയേക്കാം, ക്യാൻസറാണ് എന്ന് തോന്നിയേക്കാം. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അതിൻ്റെ ഒരു സാധ്യതയായിട്ട് ക്യാൻസർ, ഇപ്പം ഞാൻ പറയാം ചുമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു മഞ്ഞ് കൊണ്ടിട്ടുള്ള ചെറിയ ഒരു പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ ചുമ വരാം. പക്ഷേ ആ ചുമ ശ്വാസകോശ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്കിപ്പോൾ ഒരു നട്ടലിനൊരു ചെറിയ വേദന, അത് നമ്മളൊന്ന് ഇടിച്ച് വീണിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വേദന ഉണ്ടാകും. പക്ഷെ നട്ടലിനുള്ള വേദന ചിലപ്പോൾ ക്യാൻസർ ആയേക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ജനറൽ മെഡിസിൻ, ഒരു ഫാമിലി ഫിസിഷ്യനെ ഏതൊരു സംഗതിയും പോയി കാണിച്ചതിന് ശേഷം മാത്രം ആവശ്യമുള്ള സംഗതികൾ മാത്രം അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്ത്, അത് ഇത് ക്യാൻസർ എന്ന് മാത്രമല്ല എല്ലാ അസുഖങ്ങളും ആ ഒരു രീതിയിൽ തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഫോണിൻ്റെ ഒക്കെ ഒരു ഉപയോഗം, റേഡിയേഷൻ എന്ന് പറയുന്ന സംഗതി, ഇത് ക്യാൻസറിന് കാരണമാകാറുണ്ടോ? ഇത് നിങ്ങൾ ഈ പറഞ്ഞ വിഷയം പിന്നെ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് ക്യാൻസറിന് കാരണമാവും എന്ന് പൂർണ്ണമായിട്ടും ഇത്രയും കാലമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അതിൻ്റെ റേഡിയേഷനൊക്കെ ശരീരത്തിൽ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇപ്പം ചില ഭാഗങ്ങളുടെ, ചില കോശങ്ങളുടെയൊക്കെ നാശത്തിന് കാരണമാവുന്നുണ്ട്, ചില ഞരമ്പുകളുടെയൊക്കെ പ്രവർത്തനം കുറയാൻ കാരണമാവുന്നുണ്ട് എന്നൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ക്യാൻസറിന് കാരണമാവുന്നു ഇതുവരെ തെളിയിക്കപ്പെട്ടതായിട്ട് എനിക്കറിയില്ല. ഈ ക്യാൻസറിൻ്റെ ചികിത്സകൾ ഏതൊക്കെ രീതിയിലാണ്? ക്യാൻസറിൻ്റെ ചികിത്സകൾ അപ്പോൾ നമ്മൾക്ക് നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ, മൾട്ടിപ്പിൾ മൈലോമ, ലിംഫോമ തുടങ്ങിയ ക്യാൻസറുകളെ മാറ്റി നിർത്തി ബാക്കി നമുക്ക് സോളിഡ് ഓർഗൻ ക്യാൻസേഴ്സ് എന്ന് പറയും, നമ്മളെ കട്ടിയുള്ള അവയവങ്ങളുടെ ക്യാൻസർ,
ഇതൊക്കെ തുടക്കത്തിലുള്ള സ്റ്റേജുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറിയാണ് സാധാരണഗതിയിൽ ആദ്യഘട്ടത്തിൽ വരിക. അപ്പോൾ അതിന് പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ലോക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. എവിടെയാണോ ക്യാൻസർ വന്നിട്ടുള്ളത് ആ വന്ന സ്ഥലത്തിന് ചികിത്സിക്കുക. അത് ആണ് അതിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതിൻ്റെ ആ ഭാഗം എടുത്ത് കളയുക എന്നുള്ളത്. എടുത്ത് കളയുമ്പോൾ നമ്മൾ ക്യാൻസർ മാത്രമല്ല എടുത്ത് കളയുക, ക്യാൻസറിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് നോർമൽ ടിഷ്യൂവും കൂടി ചേർത്തിട്ടാണ്, നോർമലായിട്ടുള്ള കുറച്ച് ഭാഗം കൂടി ചേർത്തിട്ടാണ് എടുത്തത്. അപ്പോൾ നാവാണെങ്കിൽ നാവിൻ്റെ ആ ക്യാൻസറിൻ്റെ ആ ഭാഗം ചുറ്റുമുള്ള നോർമലായിട്ടുള്ള ഒരു ഭാഗം, അതിന് മാർജിൻ എന്നാണ് പറയുക. ഒരു നിശ്ചിത ശതമാനം മാർജിൻ വേണമെന്നാണ് എല്ലാ ക്യാൻസറിനും പറയുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ അത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള കഴലുകളും കൂടി ചേർത്തെടുക്കും. അത് തുടക്കത്തിലുള്ള സ്റ്റേജ് ആണ് എങ്കിൽ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സർജറി ഉണ്ടാവുക. അപ്പോൾ പിന്നെ വയറിലാണ് ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ വയറ് നമ്മൾ എടുത്ത് കളയും. അത് അതിൻ്റെ ലോക്കൽ ട്രീറ്റ്മെൻറ്റിന് ഒന്നാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെ ഇതിൻ്റെ ചികിത്സയുടെ ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ഭാഗം കീമോതെറാപ്പിയാണ്. കീമോതെറാപ്പി എന്ന് വെച്ചാൽ ഇഞ്ചെക്ഷൻസ് ആണ്. വളരെ കൂടിയ തരത്തിലുള്ള ഇഞ്ചക്ഷനുകളാണ് കീമോതെറാപ്യൂട്ടിക് ഏജൻസ് ആയിട്ട് വരുന്നത്. ഈ കീമോതെറാപ്യൂട്ടിക് ഏജൻസ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു ക്യാൻസറും അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ചെറിയ കോശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പം വായിലൊരു ക്യാൻസർ വന്ന് അവിടെ മാത്രം ചികിത്സ എടുത്തിട്ടുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ, പിന്നീട് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ കഴിയുമ്പം ഈ പോയിട്ടുള്ള ക്യാൻസറുകൾ ചിലപ്പോൾ നട്ടലിലായിരിക്കും, ചിലപ്പം ശ്വാസകോശത്തിലായിരിക്കും, അവിടുന്ന് വളരാൻ തുടങ്ങും. നേരത്തെ നാവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളുടെ മാറിടത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ, ഇത് പിന്നീട് വരുന്നത് വേറെ പല സ്ഥലങ്ങളിൽ, ചികിത്സിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ ഇതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീമോ എടുക്കുന്നത്. കീമോ എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള വേഗത്തിൽ വളരുന്ന കോശങ്ങളൊക്കെ നശിപ്പിച്ചു കളയും. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് കോശങ്ങൾ എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ വളരുന്ന, അതുകൊണ്ട് തന്നെ അതിനെല്ലാം ഡാമേജ് ആയിക്കളയും. അതിൻ്റെ കൂട്ടത്തിൽ ശരീരത്തിൽ വേഗത്തിൽ വളരുന്ന ഈ മുടിയുടെ അടിയിലുള്ള കോശങ്ങളും, അതേപോലെ തന്നെ വായ്ക്കകത്തും വയറിനകത്തും ഒക്കെയുള്ള ഉൾഭാഗത്തുള്ള മ്യൂക്കോസൽ സെൽസും, പിന്നെ നമ്മുടെ മജ്ജയിലുള്ള കോശങ്ങളൊക്കെ ഇത് നശിപ്പിക്കും. അത് നശിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ കീമോ എടുക്കുമ്പോൾ മുടി പോകുന്നതും ഈ അമിതമായിട്ട് ഛർദ്ദിക്കുന്നതും കൗണ്ട് കുറഞ്ഞു പോവുക എന്ന് പറയുന്നതൊക്കെ. അത് മജ്ജയിലെ കോശങ്ങളെ പ്രവർത്തനം കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ കീമോ തെറാപ്പി എന്ന് വെച്ചാൽ ഒരു ക്യാൻസറിനെതിരെ ഒരു ശക്തമായ പ്രവർത്തനമാണ് നടത്തുന്നത്. അതിൻ്റെ കൂടെ അതിന് കുറച്ച് സൈഡ് എഫക്റ്റുകളുണ്ട്. മൂന്നാമത്തെ ഒരു തരം ചികിത്സാ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയേഷനാണ്. റേഡിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ക്യാൻസറിനും റേഡിയേഷൻ ആവശ്യമില്ല. പക്ഷേ ചില ഭാഗങ്ങളിലുള്ള ക്യാൻസറിന്, ഇപ്പോൾ തലച്ചോറിലുള്ള ക്യാൻസറുകൾ, വായ്ക്കകത്തുള്ള ക്യാൻസറുകൾ, ശ്വാസകോശ ക്യാൻസർ, അതേപോലെ തന്നെ മറ്റ് ശരീരത്തിൻ്റെ കാലിലും മറ്റു ഭാഗങ്ങളിലൊക്കെ വരുന്ന ക്യാൻസറൊക്കെ നമുക്ക് റേഡിയേഷൻ കൊടുക്കാം. റേഡിയേഷൻ തന്നെ പലതരത്തിലുള്ള റേഡിയേഷൻ ഉണ്ട്. അഡ്വാൻസ് തരത്തിലുള്ള ഒരുപാട് റേഡിയേഷൻ ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ റേഡിയേഷൻ ഇതിൻ്റെ ഒരു ചികിത്സാ രീതിയാണ്. അത് കീമോതെറാപ്പി, ചിലപ്പോൾ കീമോതെറാപ്പിയുടെ മുമ്പ് കൊടുക്കും റേഡിയേഷൻ, ചിലപ്പോൾ കീമോതെറാപ്പിക്ക് ശേഷമായിരിക്കും റേഡിയേഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചില ക്യാൻസറുകളിൽ എന്ത് ചെയ്തു വെച്ചാൽ, ഓപ്പറേഷന് മുമ്പേ നമ്മൾ കീമോതെറാപ്പി കൊടുക്കും. ആദ്യം കീമോതെറാപ്പി കൊടുത്തിട്ട് ഈ ക്യാൻസറിൻ്റെ വലിപ്പം കുറയ്ക്കും, എന്നിട്ട് നമ്മൾ സർജറി ചെയ്യും. പിന്നെ ബാക്കി കീമോതെറാപ്പി ഓപ്പറേഷന് ശേഷം കൊടുക്കും. നിയോ അഡ്ജുവൻ്റ് കീമോതെറാപ്പി എന്ന് പറയും. ആദ്യം കീമോതെറാപ്പി ചെയ്ത് ക്യാൻസറിൻ്റെ വലിപ്പം കുറയ്ക്കുന്നത്. ഇത് നാലാമതൊരു ചികിത്സാ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്നുണ്ട്. ഏറ്റവും ഈ ചികിത്സാ രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന പുതിയ ഒരു ചികിത്സാ രീതിയാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. ആ ഒരു ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് വെച്ചിട്ട് ഈ ചികിത്സ, അത് ശരിക്കും കീമോതെറാപ്പിയുടെ കൂടെ തന്നെയാണ് വരുന്നത് എങ്കിലും അത് കുറച്ച് കോസ്റ്റ്ലിയാണ് ചികിത്സ. പക്ഷേ അത് നമുക്ക് വളരെ പ്രോമിസിങ് ആണ്. പല ക്യാൻസറുകൾക്കെതിരിലും വളരെ അത് ക്യൂർ റേറ്റ് നൽകുന്ന രീതിയിലേക്ക് ഈ ഒരു മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉപയോഗിച്ചുള്ള ചികിത്സകൾ പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് റഷ്യയിൽ നിന്ന് ക്യാൻസറിനെതിരെ ഒരു വാക്സിൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പലരും അതിനെ വിമർശനാത്മകമായിട്ടും സ്വീകരിച്ചിട്ടുണ്ട്. വല്ലാതെ വിമർശിക്കുന്ന ആളുകളുണ്ട്, ചിലർ അംഗീകരിക്കുന്ന ആളുകളുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? എന്താണ് അത്? ഈ ഒരു വാക്സിനേഷൻ അഗെയിൻസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാ ക്യാൻസറുകൾക്ക് എതിരെയുമുള്ള ഒരു സിംഗിൾ വാക്സിൻ അത് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു സംഗതിനെ കുറിച്ച് എല്ലാവരും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്.
അത് റഷ്യ അങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വരാത്തത് കൊണ്ട് തന്നെ നമുക്കത് സംഗതി പറയാനോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ ഞാൻ ആളല്ല. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ വിപ്ലവമായിരിക്കും. ഒന്ന്. രണ്ടാമത്തത്, നിലവിൽ ചില ക്യാൻസറുകൾക്കെതിരിൽ വാക്സിനേഷൻ അവൈലബിൾ ആണ്. ഇപ്പം ഗർഭാശയ ദള ക്യാൻസറിനെതിരെയുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നൊരു വൈറസാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതിനെതിരെ വാക്സിനേഷൻ നിലവിലുണ്ട്, അത് എടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ മെലനോമ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖത്തിനെതിരെ വാക്സിൻ നേരത്തെ പരീക്ഷ നോക്കിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ റിസർച്ചുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ അത് അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ അത് നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഒരു സത്യാവസ്ഥ എത്ര ഉണ്ട് എന്നുള്ളത് അവർ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല. പാലിയേറ്റീവ് യഥാർത്ഥത്തിൽ ഒരു ചികിത്സാ രീതി അല്ലല്ലോ. പാലിയേറ്റീവ് കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പിന്നെ 4ാമത്തെ സ്റ്റേജ് ക്യാൻസർ ആവുന്ന ആളുകൾക്ക് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ സാന്ത്വന ചികിത്സ എന്നുള്ളതാണ്. അതിൽ ക്യാൻസറിലും സാന്ത്വന ചികിത്സയുണ്ട്. സാന്ത്വന ചികിത്സ ക്യാൻസറിന് മാത്രമല്ല, ജീവിതത്തിൽ വഴിമുടങ്ങി കട്ടിലേക്ക് കിടക്കപ്പെട്ടു പോയ, എണീറ്റ് നടക്കാൻ കഴിയാതെ, സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാത്ത എല്ലാ ആളുകൾക്കും നൽകുന്ന പരിചരണത്തിനാണല്ലോ നമ്മൾ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഇതിൽ 4ാമത്തെ സ്റ്റേജ് ക്യാൻസർ വരുന്ന ആളുകൾക്ക് ഇനി ചികിത്സിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് നൽകാവുന്ന ഒരു ചികിത്സാ രീതിയാണ് പാലിയേറ്റീവ് കെയർ. അവർക്കുണ്ടാവുന്ന വേദനകളും അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങളും കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ചികിത്സാ രീതികൾ. ഇപ്പം അവർക്ക് വേദന ഉണ്ടെങ്കിൽ കുറച്ച് വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കുക, അവർക്ക് വയറ്റിന്ന് പോകുന്നില്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഛർദി ഉണ്ടെങ്കിൽ ഛർദിക്കുള്ള മരുന്ന് കൊടുക്കുക, അവർക്ക് നീര് വന്ന് വീർത്തിട്ടുണ്ടെങ്കിൽ അത് നീര് കുത്തി പുറത്ത് കൊടുക്കുക, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു ട്യൂബ് ഇട്ട് കൊടുക്കുക. ആ ഒരു സംഗതി മാത്രമാണ്. അത് ഒരു ചികിത്സാ രീതി അല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് രോഗം മാറുന്നതിന് വേണ്ടിയുള്ള ഒരു ചികിത്സാ രീതിയല്ല. പക്ഷേ അത് ഇത്തരം രോഗികൾക്ക് പ്രയാസങ്ങൾ, അവരുടെ മരണം വരെ പ്രയാസങ്ങൾ കുറച്ചു കൊടുക്കാനും അവരുടെ മാനസികാരോഗ്യം നിലനിർത്താനും വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് പാലിയേറ്റീവ് കെയർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളൊക്കെ അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് ക്യാൻസറിനെ തടയുന്നതാണ് എന്നുള്ളൊരു അവകാശവാദം ഉന്നയിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും പ്രകൃതിദത്തമായ അത്തരത്തിലുള്ളൊരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു മരുന്ന് ക്യാൻസറിനെ തടയുന്ന രീതിയിലേക്കുള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധനം ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ കമ്പനി ആയിരിക്കും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ്, അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന ഒരു കമ്പനി. അങ്ങനെ ഒരു പ്രത്യേക മരുന്ന് കുടിച്ചാൽ ക്യാൻസർ വരില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു പൊടി തിന്നാൽ ക്യാൻസർ വരില്ല എന്ന് പറയുന്നത് ശാസ്ത്രീയമായ നിലവിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മളുടെയൊക്കെ സ്ഥിരം നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും ക്യാൻസറിനെ തടയുന്നതാണ് എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള കഞ്ഞി. ഈ കഞ്ഞിയിലുള്ള തവിടിൽ ഏകദേശം 107 തരം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലുള്ള വരുന്ന ക്യാൻസറിനോട് യുദ്ധം ചെയ്യുന്ന സാധനമാണ്. അപ്പം നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആ ഒരു ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇതിലും ഈ പൊടികളെക്കാട്ടിലും കൂടുതൽ ക്യാൻസറിനോട്, അല്ലെങ്കിൽ ഈ മരുന്നുകളെക്കാട്ടിലും കൂടുതൽ ക്യാൻസറിനോട് നമുക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയും. ഒന്നും ഇതുവരെ ഒരു പ്രത്യേക എന്തൊരു സാധനം നമ്മൾ അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനൊരു രീതിയുണ്ട്. ഒരു മരുന്ന് ഉപയോഗിക്കുന്നതിന് അതിൽ ഇത്ര ഫേസ് ട്രയൽ കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു സംഗതി ആയിരിക്കണം എന്നുള്ളത്. അതുപോലെ നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാമെന്നല്ലാതെ ഈ ക്യാൻസർ മാറുന്ന ഒരു പൊടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പനികൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ ക്യാൻസർ രോഗിയുടെ മാനസികാരോഗ്യം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ക്യാൻസർ രോഗിയുടെ മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പിന്നെ അവർക്ക് അത് നമ്മൾ ക്യാൻസർ മാത്രമല്ല, ഏതൊരു രോഗമാണെങ്കിലും, ഒരു മേജർ സർജറി കഴിയാൽ, ഒരു മേജർ അസുഖത്തിന് അടിമപ്പെട്ടിട്ടുള്ള ഒരാൾ, അയാൾ ആ അസുഖത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിലാണ്. ആ അസുഖം അയാളുടെ
പ്രതീക്ഷകളൊക്കെ നശിച്ച് അയാളൊരു നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോയിട്ടുണ്ട് എങ്കിൽ അയാളെ ചികിത്സിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കൊടുക്കുന്ന ചികിത്സ അങ്ങോട്ട് ഏൽക്കൂല. അയാൾക്ക് ഇനി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും അയാൾക്ക് അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവറി ആവാൻ സാധിച്ചെന്ന് വരില്ല. മാനസികമായി കരുത്തുള്ള ആളുകളാണ് എങ്കിൽ നമുക്ക് വളരെ അത്ഭുതം തോന്നും. പല ആളുകളും, എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ കോട്ടയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് 93 വയസ്സുള്ള ഒരാൾക്ക് വായിലെ ക്യാൻസറിന് സർജറി ചെയ്തിട്ട് അദ്ദേഹം യാതൊരു പ്രയാസവും ഇല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയും ദീർഘകാലം പിന്നെയും ജീവിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേസമയം ഒരു 50 വയസ്സുള്ള ഒരാളൊരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് ആ ഒരു പേടിയും പ്രയാസങ്ങളുമായിട്ട് ഇതിൽ നിന്ന് അസുഖത്തിൽ നിന്ന് മോചിതനാവാൻ കഴിയാതെ നിൽക്കുന്നത് നമുക്ക് കാണാം. നിങ്ങൾ പറഞ്ഞതുപോലെ ഇതിൽ മാനസികമായിട്ടുള്ള ഒരു കരുത്ത്, ഇത് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുത്ത്, ഇത് വളരെ നിർണായകം തന്നെയാണ്. ഈ ഏറ്റവും അവസാനം നമ്മളുടെ ജീവിതശൈലിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വ്യായാമം ചെയ്യുക എന്നുള്ളത് ക്യാൻസറിനെ തടയുന്ന ഒരു പ്രവർത്തനമായിട്ട്, അല്ലെങ്കിൽ താരതമ്യേന ക്യാൻസറിനെ തടയാൻ പറ്റുന്നൊരു പ്രവർത്തനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു സംഗതിയാണ്. സംഗതി വളരെ ശരിയാണ്. വ്യായാമം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ക്യാൻസർ എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും. ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ശരീരത്തിലെ എല്ലാ പേശികളെയും അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിലുള്ള അമിതമായിട്ടുള്ള കലോറി നമ്മൾ ഉപയോഗിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വ്യായാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ അമിതമായ കാലറി നമ്മൾ ഉപയോഗിക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ അത് ശരീരത്തിൽ കെട്ടിക്കിടന്ന് അത് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും ശരീരത്തിൽ ഉണ്ടാക്കുമ്പോൾ പഴയ തലമുറയിലുള്ള ആളുകൾക്ക് അസുഖം കുറവും പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് അസുഖം കൂടാനുമുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സെഡൻഡറി ലൈഫ് ഹാബിറ്റ്സ് ആണ്. നമ്മുടെ ജോലി ആയാലും നമ്മുടെ ബാക്കിയുള്ള രീതികളായാലും ഒക്കെ തന്നെ പ്രത്യേകിച്ച് ദേഹാധ്വാനമില്ലാത്ത സംഗതികളാണ്. അപ്പോൾ അത് ഒന്ന് മാറി എക്സർസൈസിലേക്കോ അല്ലെങ്കിൽ കായികാധ്വാനത്തിലേക്കോ മാറിയിട്ടുണ്ട് എങ്കിൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് പുറമെ അത് മാനസികാരോഗ്യവും വർദ്ധിക്കുമെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. നമ്മുടെ മുമ്പിലുള്ള തെളിവുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. ക്യാൻസർ രോഗികൾക്കായി ഗവൺമെൻറ് തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടോ? ക്യാൻസർ രോഗികൾക്കായി നമ്മുടെ ചുറ്റുപാടും ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പം ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ക്യാൻസർ ചികിത്സയുടെ എല്ലാ നൂതന സംവിധാനങ്ങളും ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അത് കൂടാതെ തന്നെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ എന്നുള്ള പേരിൽ എറണാകുളത്തും മലബാർ ക്യാൻസർ സെൻറ്റർ എന്നുള്ള രൂപത്തിൽ തലശ്ശേരിയിലും ക്യാൻസർ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ ക്യാൻസർ നേരത്തെ തിരിച്ചറിയാൻ വേണ്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഹെൽത്ത് സർവീസിൻ്റെയും കീഴിൽ അത് തിരിച്ചറിയാനുള്ള സർവേകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരു കുടുംബത്തിനകത്തുള്ള ക്യാൻസർ രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് പൊതുവെ ക്യാൻസർ വാർഡുകളിലൊക്കെ ഇത്തരത്തിലൊരു ക്വാറൻറ്റൈൻ ചെയ്യുന്ന പോലുള്ളൊരു പ്രവണത പല സ്ഥലത്തും കാണാറുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിനകത്ത് അങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ട് എങ്കിൽ അത് സന്ദർശിക്കുന്ന സമയത്ത് എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയായിരിക്കും? ഒരു സ്ഥലത്ത് ഒരു ക്യാൻസർ രോഗി ഉണ്ട് എങ്കിൽ ക്യാൻസർ രോഗികൾക്ക് അവർക്ക് പ്രതിരോധ ശേഷി കുറച്ച് കുറവായിരിക്കും, പ്രത്യേകിച്ചും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എങ്കിൽ. അങ്ങനെയുള്ള രോഗികളെ നമ്മൾ സന്ദർശിക്കാനുണ്ട് എങ്കിൽ നമുക്ക് ഇങ്ങനെ പകരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ, ചെറിയൊരു വൈറൽ ഫീവറോ പനിയോ ആയാൽ പോലും നമ്മൾ അങ്ങനെയുള്ള രോഗികളെ ആ സമയത്ത് സന്ദർശിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ അവരോട് ചെയ്യുന്നൊരു വലിയ കാര്യമാണ്. കാരണം നമ്മുടെ രോഗം ആ രോഗിക്കും കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചെറിയ കുട്ടികളെയും ഇതേപോലെ ക്യാൻസർ രോഗികളുടെ അടുത്തേക്ക് ഈ അസുഖം അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ക്യാൻസർ പകരുന്നതല്ല, നമ്മുടെ ഈ ചെറിയ ചെറിയ അസുഖങ്ങൾ അവർക്ക് പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മാസ്കൊക്കെ ഉപയോഗിച്ച് അവരുടെ അടുത്ത് പോകുന്നതാണ് നല്ലത്. കാണാൻ പോകണ്ട എന്നല്ല, പക്ഷെ അവർക്ക് നമ്മൾ ചെല്ലുന്നത് കാരണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ ഒരവസ്ഥയിൽ നമ്മളവരെ സന്ദർശിക്കുന്നതാവും നല്ലത്. നമ്മളുടെ ഒരു സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും ആശങ്കയോട് കൂടെ തന്നെ കേൾക്കാറുള്ള ക്യാൻസർ എന്നുള്ള വാക്ക്, അതൊരു രോഗം,
ആ ഒരു രോഗത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ മുബഷിർ പാലത്താണ്. അദ്ദേഹം KMCT മെഡിക്കൽ കോളേജിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. മറ്റൊരു വിഷയവുമായി ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.